കേരളം ഇന്ന് സ്തംഭിക്കും. കടയടപ്പ് സമരവും പെട്രോൾ പമ്പ് സമരവും കേരളത്തെ ഇന്ന് സ്തംഭിപ്പിക്കും. ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത്. അതേസമയം ആലപ്പുഴയിൽ കേരള മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കും. ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് കടകൾ പൂട്ടി വ്യാപാരികൾ ഹർത്താൽ ആചരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുന്നു. സാലി, നിലവിൽ ഹർത്താലിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റ് വിശദാംശങ്ങൾ. അനന്ത്, ഇന്ന് സംസ്ഥാനത്ത് വാണിജ്യ മേഖല അപ്പാടെ സ്തംഭിച്ചിരിക്കുന്നുവെന്ന് പറയാം. അനന്ത് സൂചിപ്പിച്ചതുപോലെ 2 സമരങ്ങളാണ് ഇതിൽ കാരണം. ഒന്ന്, വ്യാപാര മേഖലയിൽ നിന്നുള്ള സംഘടനകൾ കടയടപ്പ് സമരം നടത്തുന്നു. ഒപ്പം പെട്രോളിയം ഡീലർമാർ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ സമരം വ്യാപാരികളുടെ പണിമുടക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ്. ഇന്നലെ ആലപ്പുഴയ്ക്കടുത്ത അമ്പലപ്പുഴയിൽ ഒരു വ്യാപാരി ജീവനൊടുക്കിയിരുന്നു. വാണിജ്യ നികുതി ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്ന് അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് വ്യാപാര മേഖലയിൽ നിന്നും ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് എല്ലാ സംഘടനകളും ഈ സമരരംഗത്തെത്തിയത്. കേരളത്തിലെ പ്രബലമായ വ്യാപാര മേഖലയിലെ സംഘടനകളായ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വ്യാപാരി വ്യവസായ സമിതിയും ഒപ്പം ഹോൾസെയിൽ ഡീലർമാരുടെ സംഘടന, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒട്ടുമിക്ക സംഘടനകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വ്യാപാര മേഖല അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്നു എന്ന് പറയാം. ഹോട്ടൽ ഉടമകളുടെ സംഘടനയും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആലപ്പുഴയിൽ മാത്രമേ പണിമുടക്കുന്നുള്ളൂ. മറ്റ് ജില്ലകളിൽ അവർ കരിദിനമായി ആചരിച്ച് ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തെ വ്യാപാര മേഖല അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. അനിശ്ചിതകാലത്തേക്കാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യം ഇക്കാലം അത്രയും ലൈസൻസുകൾ, ഇതിനാവശ്യമായ പെട്രോൾ പമ്പുകൾ നടത്തുന്നതിനാവശ്യമായ ലൈസൻസുകൾ പുതുക്കി നൽകിയിരുന്നത് ഈ പെട്രോളിയം കമ്പനികൾ തന്നെയാണ്, ഓയിൽ കമ്പനികൾ തന്നെയാണ്. അത് ഇപ്പോൾ പുതുതായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന 3-4 ചില ലൈസൻസുകൾ കൂടിയുണ്ട്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ, ഫയർഫോഴ്സിൻ്റെ, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ, അങ്ങനെ 3-4 പുതിയ ലൈസൻസുകൾ കൂടിയുണ്ട്. അതും ഈ ഓയിൽ കമ്പനികൾ തന്നെ എടുത്തു നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നത് ഇത്തരം ലൈസൻസുകൾ നേരിട്ട് എടുക്കണമെങ്കിൽ ഒരു പമ്പുടമയ്ക്ക് ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷത്തോളം രൂപ ഒരു വർഷം ചിലവ് വരും. നിലവിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പുതിയ പമ്പുകൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പുകൾ, നിലവിൽ പ്രതിസന്ധിയിലായ പമ്പുകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ പുതിയ നയം. അതുകൊണ്ട് ഓയിൽ കമ്പനികൾ തന്നെ ഈ ലൈസൻസുകൾ പുതുക്കി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്നതാണ് പമ്പുടമകളുടെ ആവശ്യം. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് സമരം ആരംഭിച്ചത്. ഏതാണ്ട് ഓൾ കേരള പെട്രോളിയം ഡീലേഴ്സ് ഫെഡറേഷൻ്റെ കീഴിലുള്ള 2000-ഓളം പമ്പുകൾ അടഞ്ഞു കിടക്കുന്നു. എന്നാൽ സപ്ലൈകോയുടെയും ഓയിൽ കമ്പനികൾ നേരിട്ട് നടത്തുന്നതുമായ ചില പമ്പുകൾ മാത്രമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഇന്നലെ തന്നെ വലിയ തിരക്കായിരുന്നു തുറന്ന് പ്രവർത്തിച്ചിരുന്ന പമ്പുകളിൽ അർദ്ധരാത്രി വരെ. ഇന്ന് അവശേഷിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതാനും പമ്പുകളിലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഏതായാലും അനിശ്ചിതകാലത്തേക്കാണ് സമരം. ഇന്ന് ഒരു പക്ഷേ ഇന്നലെയൊക്കെയായി സംഭരിച്ചു വെച്ച ഇന്ധനം വാഹനങ്ങളിലുണ്ടാവാം. പക്ഷേ ഇനിയും സമരം തുടർന്നാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കേരളം പോകും. അക്ഷരാർത്ഥത്തിൽ യാത്രാമേഖല, ട്രാൻസ്പോർട്ടിംഗ് മേഖല ഒക്കെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളെക്കുറിച്ച് ഇതുവരെ ഒരു കൂടിയാലോചനകളിലേക്കും കടന്നിട്ടില്ല. ഇന്ന് സമരം പിന്നിട്ടാൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നീങ്ങുക എന്നുള്ള കാര്യം ഉറപ്പ്. ചുരുക്കത്തിൽ 2 സമരവും മൂലം ഇന്ന് സംസ്ഥാനത്തെ വ്യാപാര വാണിജ്യ മേഖല ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിക്കുമ്പോൾ ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കും സർക്കാരോ ഓയിൽ കമ്പനിയോ തയ്യാറാകുന്നില്ല എന്നുള്ള സൂചനയാണോ ലഭിക്കുന്നത്? അനന്ത്, 2 ദിവസം മുമ്പ് പ്രാഥമികമായൊരു ചർച്ച ഈ ഫെഡറേഷൻ ഭാരവാഹികളും ഓയിൽ കമ്പനികളും തമ്മിൽ നടത്തിയിരുന്നു. പക്ഷേ ഓയിൽ കമ്പനികൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവർ പറയുന്നത് നിലവിലുള്ള നടപടിക്രമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഈ പുതുതായി ഏർപ്പെടുത്തിയ ലൈസൻസുകൾക്കൊന്നും ഓയിൽ കമ്പനികൾക്ക് ബാധ്യതയില്ല. അത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ലൈസൻസുകളാണ്. ഒന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിൻ്റെ, മറ്റൊന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ, മറ്റൊന്ന് ഫയർഫോഴ്സിൻ്റെ. അങ്ങനെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വായത്തമാക്കേണ്ട ചില നിബന്ധനകളുണ്ട്, ചില ലൈസൻസുകളുണ്ട്, ചില സർട്ടിഫിക്കറ്റുകളുണ്ട്. അതൊക്കെ സംസ്ഥാന സർക്കാർ പമ്പുകൾക്കും ബാധകമാക്കുന്ന തരത്തിലേക്ക് പുതിയ ലൈസൻസിൻ്റെ ഭാഗമായി ഹാജരാക്കേണ്ട രേഖകളുടെ പട്ടികയിൽ അത് നിർബന്ധമാക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾക്കൊന്നും
ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടാണ് ഓയിൽ കമ്പനികൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ നേരിട്ടൊരു ഇടപെടലിന് സംസ്ഥാന സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ വാണിജ്യ മേഖലയും ഒപ്പം ഗതാഗത മേഖലയും അപ്പാടെ സ്തംഭിക്കുന്ന ഒരു സമരത്തിലേക്ക് പമ്പുടമകൾ നീങ്ങിയിട്ടും ഇതുവരെ അത്തരത്തിലൊരു ചർച്ചയ്ക്കോ ഇടപെടലോ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ ഇന്നും നാളെയും സമരം തുടരുകയും വിഷയം കൂടുതൽ ഗൗരവതരമാവുകയും ചെയ്താൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളം പോകുന്നത്. ഈ സമരം പരിഹരിച്ചില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങളടക്കം പൊതുഗതാഗത സംവിധാനങ്ങളടക്കം നിലയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങേയറ്റം ഗൗരവതരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം തന്നെ ഹർത്താലിൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ ഹർത്താൽ തുടങ്ങിയിട്ട് ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അനന്ത്, അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം കടകൾ സ്വമേധയാ അടച്ച് വ്യാപാരികൾ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വാണിജ്യ നികുതി വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം വ്യാപാരി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അവർ ഈ ആത്മഹത്യക്ക് മുമ്പ് തന്നെ സമരരംഗത്തേക്ക് നീങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ, കടപരിശോധനയ്ക്ക് എത്തുന്ന വാണിജ്യ നികുതി ഉദ്യോഗസ്ഥരെ തടയുന്നതടക്കമുള്ള സമരമാർഗങ്ങളിലേക്കൊക്കെ നീങ്ങിയിരുന്നു. അതിനിടയിലാണ് സമാനമായ സാഹചര്യത്തിൽ ഒരു വ്യാപാരി ആത്മഹത്യ ചെയ്യുന്നത് സ്ഥിതിയിലുണ്ടായത്. മാത്രമല്ല, അമ്പലപ്പുഴയിൽ ശ്രീകുമാർ എന്ന വ്യാപാരി എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നു, വ്യാപാരികൾക്ക് നേരെ അല്ലെങ്കിൽ തനിക്ക് നേരെ ഉണ്ടായ വാണിജ്യ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തിൽ മനംനൊന്താണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കൃത്യമായി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യം അതോടുകൂടി ഉണ്ടായി. ഇന്നലെ തന്നെ സംസ്ഥാന വ്യാപകമായി വാണിജ്യ നികുതി ഓഫീസുകൾക്ക് മുന്നിൽ വ്യാപാരികൾ പ്രകടനം നടത്തിയിരുന്നു. ഇന്നും ഈ കടയടപ്പ് സമരത്തിൻ്റെ ഭാഗമായി ഇന്നും ഏതാണ്ട് 10 മണിയോടുകൂടി സംസ്ഥാന വ്യാപകമായി വാണിജ്യ നികുതി ഓഫീസുകൾക്ക് മുന്നിലേക്ക് സമരം നയിക്കും. അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും എന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവത്തിലേക്ക് അതൊന്നും നീങ്ങാൻ തൽക്കാലം സാധ്യതയില്ല. കാരണം അവർ വ്യാപാരികൾ ഒറ്റക്കെട്ടായി ആ മേഖലയിലെ മുഴുവൻ സംഘടനകളും ഒന്നിച്ച് സമരരംഗത്ത് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. കടയടപ്പ് സമരവും പെട്രോൾ പമ്പ് സമരവും കേരളത്തെ സ്തംഭിപ്പിക്കുകയാണ്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും സാലിം മുഹമ്മദ് നൽകിയത്. 2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. സർക്കാർ അധികാരമൊഴിയുന്ന പശ്ചാത്തലത്തിൽ റെക്കോർഡ് വേഗതയിൽ നിർണയിച്ച അവാർഡുകളുടെ പ്രഖ്യാപനം സാംസ്കാരിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തും. മികച്ച നടന്മാരുടെ പട്ടികയിൽ മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് അവസാന പോരാട്ടത്തിലുള്ളത്. പാർവതി, അമല പോൾ, മഞ്ജു വാര്യർ എന്നിവർ മികച്ച നടിമാരുടെ അവസാനഘട്ട മത്സരത്തിലുണ്ട്. 2015 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്യപ്പെട്ട 73 സിനിമകളിൽ നിന്നാണ് പുരസ്കാരങ്ങൾക്ക് അർഹമായ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ചലച്ചിത്രങ്ങൾ വിലയിരുത്തിയ സംവിധായകൻ മോഹൻ ചെയർമാനായ 9 അംഗ ജൂറി പ്രത്യേക യോഗം ചേർന്ന് അവാർഡുകളുടെ പട്ടിക തയ്യാറാക്കും. പിന്നീട് ജൂറി ചെയർമാൻ അന്തിമ പട്ടിക മന്ത്രിക്ക് കൈമാറുമ്പോൾ മന്ത്രി അത് രാവിലെ 11 മണിക്കാകും പ്രഖ്യാപിക്കുക. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ പത്തേമാരി, RS വിമലിൻ്റെ എന്ന് നിന്റെ മൊയ്തീൻ, ഡോക്ടർ ബിജു അണിയിച്ചൊരുക്കിയ വലിയ ചിറകുള്ള പക്ഷികൾ എന്നിവയാണ് മികച്ച സിനിമകളുടെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ എന്ന് നിന്റെ മൊയ്തീന് ജൂറി അംഗങ്ങൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നതായി അറിയുന്നു. മികച്ച നടന്മാരുടെ മത്സരത്തിൽ അവസാന പോരാട്ടം നടക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലാണ്. പത്തേമാരിയിലെ മികച്ച പ്രകടനത്തിന് മമ്മൂട്ടിക്ക് പുരസ്കാരം നൽകണമെന്ന അഭിപ്രായം ബഹുഭൂരിപക്ഷം ജൂറി അംഗങ്ങൾക്കുമുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എന്ന് നിന്റെ മൊയ്തീനിലെ അഭിനയത്തിന് പാർവതിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് നൽകണമെന്നതാണ് സമിതിയിലെ മറ്റൊരു ധാരണയെന്നും അറിയുന്നു. സൂസു സുധി വാത്മീകത്തിലെ അഭിനയത്തിന് ജയസൂര്യ മുന്നിലെത്തിയെങ്കിലും അവസാന റൗണ്ടിൽ ജയസൂര്യയെ ഒഴിവാക്കാനും ആലോചനയുണ്ട്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരത്തിന് എന്ന് നിന്റെ മൊയ്തീനിലെ ലെനയാണ് പരിഗണനയിൽ. പ്രേംപ്രകാശിനെ മികച്ച സഹനടനായും തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ജനപ്രീതി നേടിയ ചിത്രമായി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം വരുമെന്നും പറയുന്നു. മികച്ച ഗായകന്റെ മത്സരത്തിൽ വിജയ് യേശുദാസും പി ജയചന്ദ്രനും മാറ്റുരയ്ക്കുമ്പോൾ ഗായികയ്ക്കുള്ള പുരസ്കാരം ശ്രേയ ഘോഷാലിന് നൽകാനും ജൂറി ആലോചിക്കുകയാണ്. റാണി പത്മിനി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മഞ്ജു വാര്യരും മിലിയിലെ അഭിനയത്തിന് അമല പോളും നായികമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതേസമയം ജൂറിയുടെ അന്തിമ പട്ടിക വന്നാലും സർക്കാരിൻ്റെ കൂടി ഇടപെടലിന് ശേഷമായിരിക്കും അവാർഡിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരിക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മന്ത്രി കെ.സി. ജോസഫ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. മന്ത്രിക്കെതിരായ കോടതിയലക്ഷ്യ ഹർജിയിൽ കുറ്റപത്രം നേരിട്ട് സ്വീകരിക്കാനാണ് ഹാജരാകുന്നത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ മന്ത്രി കെ.സി. ജോസഫ് നടത്തിയ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ പരാമർശം ക്രിമിനൽ കോടതിയലക്ഷ്യമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനിടെ നിരവധികം മാപ്പ് പറയുന്നതായി കാണിച്ച് മന്ത്രി സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ സത്യവാങ്മൂലത്തിന്മേൽ പരാതിക്കാരനായ ശിവൻകുട്ടി എം.എൽ.എയുടെ നിലപാടും കോടതി ആരാഞ്ഞിട്ടുണ്ട്. ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മന്ത്രി കെ ബാബുവിന്റെ ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് പരിഗണിക്കും. കേസിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ത്വരിതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നിരിക്കെ ഹൈക്കോടതിയിലെ ഹർജി തുടർ നടപടി അവസാനിപ്പിച്ചുകൂടെ എന്ന് ജസ്റ്റിസ് പി ഉബൈദ് ആരാഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്ന് കെ ബാബുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 11-ന് തിരുവനന്തപുരത്ത് AKG സെന്ററിലാണ് യോഗം. നാളെ സംസ്ഥാന സമിതി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് LDF യോഗവും നടക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരും. CPI കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് സൂചന. ജിയുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ ഡ്രൈവിംഗ് പരിശീലനം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ജിൽദിത് തൃശ്ശൂരിൽ അക്കാദമിയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയുടെ IG സുരേഷ് രാജ് പുരോഹിതിന്റെ മകനാണ് അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിച്ചതായുള്ള പരാതി പുറത്തു വന്നിരുന്നത്. നിരവധി കാലമായി ഇത്തരത്തിൽ അക്കാദമി ക്യാമ്പസിനുള്ളിൽ IG-യുടെ മകൻ വാഹന പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതായുള്ള പരാതികൾ പുറത്തു വന്നിരുന്നെങ്കിലും മാധ്യമ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും അക്കാദമി ക്യാമ്പസിനുള്ളിലേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പരിശീലനം IG-യുടെ മകൻ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, IG-യുടെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെയുള്ള വിവിധ വാഹനങ്ങൾ അക്കാദമി ക്യാമ്പസിനുള്ളിലും അക്കാദമിക്ക് പുറത്തും നിരന്തരം ഇത്തരത്തിൽ വാഹനത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതായുള്ള ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസുകാർ തന്നെ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. IG സുരേഷ് രാജ് പുരോഹിതിന്റെ മകൻ, പ്രായപൂർത്തിയാകാത്ത മകൻ, 18 വയസ്സ് പൂർത്തിയാകാത്ത മകനാണ് ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, IG-യുടെ ഔദ്യോഗിക വാഹനം അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ പോലീസ് ക്യാമ്പിനുള്ളിൽ ഇത്തരത്തിൽ പോലീസ് പരിശീലനം നടക്കുന്ന ക്യാമ്പിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കാദമിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ എടുത്തിട്ട്, എന്നാണ് അവർ ദൃശ്യങ്ങൾ എടുത്തത്, എപ്പോഴാണ് അവർ പരാതി നൽകിയത്, എന്തെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അനന്ത്, കഴിഞ്ഞ ഏറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ IG-യുടെ മകൻ അക്കാദമി ക്യാമ്പസിനുള്ളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഇത്തരത്തിൽ യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ നടപടിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് നീങ്ങാൻ ഉദ്യോഗസ്ഥർ മടിച്ചു നിന്നത്. എന്നാൽ ഇപ്പോൾ വാഹനം ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പരാതി മേലുദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. തുടർ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്, അല്ലെങ്കിൽ IG പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് തന്റെ അറിവോട് കൂടിയും സമ്മർദ്ദത്തോടു കൂടിയും പോലീസ് അക്കാദമിക്കുള്ളിൽ ഇത്തരത്തിൽ അതും പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉൾപ്പെടെ, സ്വന്തം ഔദ്യോഗിക വാഹനങ്ങൾ ഉൾപ്പെടെ സ്വന്തം മകന് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നതിനായി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സംഭവം വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് കണക്കാക്കപ്പെടേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അക്കാദമിയിലെ തന്നെ പരിശീലകരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും 3 വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പരാതി മേലുദ്യോഗസ്ഥർക്ക് പോയിട്ടുള്ളത്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ IG-ക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്ന വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ദിൽജിത്ത്, IG സുരേഷ് പുരോഹിതിന്റെ അറിവോടെയാണോ ഇത്തരത്തിലുള്ള ഒരു നടപടി മകൻ ചെയ്തത്?
മറ്റു മേലുദ്യോഗസ്ഥരുടെ എല്ലാം ഒരു അറിവോടെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനെ കൊണ്ട് വാഹനം ഓടിപ്പിക്കാൻ ഒരു ധൈര്യം കാട്ടിയത്? തീർച്ചയായും നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ IG-യുടെ മകൻ വാഹനം ഓടിക്കുമ്പോൾ IG-യുടെ മകൻ ഓടിക്കുന്ന വാഹനം വെള്ള കളർ സൈലോ കാർ, അത് IG സുരേഷ് രാജ് പുരോഹിതന്റെ ഔദ്യോഗിക വാഹനമാണ്. IG-യുടെ മകൻ വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിന്റെ ഔദ്യോഗിക ഡ്രൈവർ, ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർ തന്നെയാണ് വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശത്ത് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ IG ഈ മകൻ വാഹനം ഓടിക്കുമ്പോൾ IG ഒപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്നില്ല എങ്കിൽ പോലും IG-യുടെ പൂർണ്ണ അറിവോടുകൂടിയും സമ്മർദ്ദത്തോടു കൂടിയുമാണ് ഇത് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇത് ഒരു ദിവസമോ 2 ദിവസമോ ആയി നടന്ന സംഭവമല്ല. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, മകന് വേണ്ടി വാഹന പരിശോധനയ്ക്ക് നടത്തുന്നുണ്ട് എന്ന തരത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരത്തിൽ പരാതി രൂക്ഷമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ നേരിട്ട് IG-ക്കെതിരെ, അതായത് പ്രത്യേകിച്ച് അക്കാദമിയുടെ ചുമതലക്കാരനായ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായ IG-ക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാൻ യാതൊരു തരത്തിലുള്ള തെളിവുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലോ മറ്റോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവ് ശേഖരിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് 3 ക്ലിപ്പുകൾ ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു വാഹനമല്ല, IG-യുടെ ഔദ്യോഗിക വാഹനം, അതുപോലെ തന്നെ അക്കാദമിയിലെ ആവശ്യങ്ങൾക്കായുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ IG-യുടെ മകൻ ഓടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവയിൽ നിന്ന് എല്ലാം തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, സ്ഥിരമായി ഇത്തരത്തിൽ വാഹനങ്ങൾ IG-യുടെ സമ്മർദ്ദപ്രകാരം ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തു വിടുന്നത്. ദിൽജിത്ത്, ഗുരുതരമായ അച്ചടക്ക ലംഘനമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്? കാരണം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം, അതും 4 വീലർ ഓടിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം എന്ന് പറയുന്നത് ഇവിടെ ബീക്കർ ലൈറ്റും ഒപ്പം ബോർഡും വെച്ച ഔദ്യോഗിക വാഹനം, അതും കേരള പോലീസിന്റെ ഔദ്യോഗിക വാഹനം ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്ന് വിട്ടാൽ മറ്റൊരു ഒരു അന്യനെ കൊണ്ട് ഓടിപ്പിച്ചു എന്നുള്ളൊരു കാര്യം. കാരണം തൊട്ടടുത്ത് ഡ്രൈവർ നിൽക്കുകയാണ് ഇരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്താൽ വളരെ വലിയൊരു അച്ചടക്ക ലംഘനമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ സുരേഷ് പുരോഹിതൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? ആനന്ദ്, അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ IG തയ്യാറായിട്ടില്ല. ഏതായാലും ഇപ്പോൾ IG-യുടെ ഔദ്യോഗിക വാഹനം, IG-യുടെ നെയിം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഔദ്യോഗിക വാഹനം, ബീക്കൺ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വാഹനമാണ് ഇപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകൻ ഓടിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊപ്പം മറ്റ് ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. 3 വീഡിയോ ക്ലിപ്പിങ്ങുകളാണ് ഇത്തരത്തിൽ അക്കാദമിയിലെ ഉദ്യോഗസ്ഥർ തന്നെ വിവിധ ഇടങ്ങളിൽ വെച്ച് പകർത്തി ഇത്തരത്തിൽ ഹാജരാക്കിയിരിക്കുന്നത്. സ്ഥിരമായി ഇത്തരത്തിൽ IG-യുടെ മകൻ അദ്ദേഹത്തിന് അവരുടെ ക്ലാസുകൾ കഴിഞ്ഞ് അക്കാദമിയിൽ എത്തുകയും, IG-ക്കൊപ്പം അക്കാദമിയിൽ എത്തുകയും, IG ഈ സമയം വിശ്രമിക്കുന്ന സമയത്താണ് IG-യുടെ വാഹനം, ഔദ്യോഗിക വാഹനം അക്കാദമിയിൽ തന്നെ ഉണ്ടാകും. ആ സമയത്ത് ഈ വാഹനത്തിന്റെ ഡ്രൈവർ, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഈ ഡ്രൈവറുടെ സമ്മർദ്ദപ്രകാരം അദ്ദേഹത്തെ ഇടതുവശത്ത് ഇരുത്തിക്കൊണ്ട് IG-യുടെ മകൻ ഈ IG-യുടെ ഔദ്യോഗിക വാഹനം സ്ഥിരമായി ഓടിക്കാറുണ്ട് എന്ന തരത്തിലുള്ള പരാതികൾ നേരത്തെ തന്നെ രൂക്ഷമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് പുറമെ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡിപ്പാർട്ട്മെന്റ് വിവിധ ആവശ്യങ്ങൾക്കായി വാങ്ങി ഇട്ടിരിക്കുന്ന മറ്റ് വാഹനങ്ങളിലും, ജീപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾക്ക് കൂടി ഈ മകൻ ഓടിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാതിയും രൂക്ഷമാണ്. വലിയ വാഹനങ്ങളും പ്രത്യേകിച്ച് പോലീസ് വാൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൂടി ഈ ഇത്തരത്തിൽ IG-യുടെ മകൻ ഓടിച്ചിട്ടുണ്ട് എന്നാണ് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. IG-യുടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ പോലീസ് വാഹനം ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് വിശദാംശങ്ങളാണ് ഇപ്പോൾ ദിൽജിത്ത് നൽകിയത്. ഇതിന്റെ പരാതി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞു. ഈ കേസിൽ അന്വേഷണം നേരിടുന്നയാളെ കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ നീക്കം. നിലവിൽ സംസ്ഥാന വെറ്റിനറി കൗൺസിൽ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ PP ബാലകൃഷ്ണനെയാണ് നിയമവിരുദ്ധമായി നിയമിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിലിലെ സർക്കാർ നോമിനിയും പ്രസിഡന്റുമായ PP ബാലകൃഷ്ണനെയാണ് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കാൻ നീക്കം നടക്കുന്നത്.
വെറ്റിനറി കൗൺസിലിൽ അംഗമായിരിക്കെ കൃത്രിമരേഖയുണ്ടാക്കി പണം തട്ടിയതിനും മറ്റ് സാമ്പത്തിക തിരിമറികൾ നടത്തിയതിനും ലോകായുക്തയുടെ അന്വേഷണം നേരിടുന്നയാളാണ് പി ബാലകൃഷ്ണൻ. ഇതേ കേസിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അഴിമതി കേസിൽ അന്വേഷണം നേരിടുന്നവരെ സർവകലാശാല വൈസ് ചാൻസലറായി നിയമിക്കരുതെന്നാണ് ചട്ടം. ഒപ്പം വൈസ് ചാൻസലറായി നിയമിക്കുന്നയാൾക്ക് ചുരുങ്ങിയത് 5 വർഷമെങ്കിലും സർവീസ് കാലാവധി ഉണ്ടായിരിക്കണമെന്നും ചട്ടമുണ്ട്. 62 വയസ്സുള്ള ബാലകൃഷ്ണന് 3 വർഷം കഴിഞ്ഞാൽ വിരമിക്കൽ പ്രായമാവും. ഇക്കാര്യങ്ങളെല്ലാം ഇരിക്കെയാണ് പി ബാലകൃഷ്ണനെ നിയമിക്കാൻ തിരക്കിട്ട നീക്കം നടക്കുന്നത്. നേരത്തെ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായിരുന്ന പി ബാലകൃഷ്ണനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തന്നെ തീരുമാനമുണ്ടായേക്കും. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനുള്ള പരിഗണനാ ലിസ്റ്റിൽ എല്ലാ യോഗ്യതയുമുള്ള ഒട്ടേറെ പേരുണ്ടായിരിക്കെയാണ് യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാനുള്ള സർക്കാർ നീക്കം. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം.